ഞാൻ ഏത് പാർട്ടി അനുഭവിയല്ല. ഒന്ന് എഴുന്നേറ്റ് തന്നെ. ഞാൻ ഏത് പാർട്ടി അനുഭവിയല്ല. മൈക്ക് ചേർത്ത് പിടി. ഞാൻ ഏത് പാർട്ടി അനുഭവിയല്ല. എന്റെ ക്വസ്റ്റ്യൻ ആർക്ക് വേണമെങ്കിലും ആൻസർ ചെയ്യാം. കേരളത്തിലുള്ള അൺഎംപ്ലോയ്മെന്റ് റേറ്റിൽ ഏകദേശം 15 വയസ്സ് തൊട്ട് 29 വയസ്സുള്ളവരുടെ ഇടയിൽ ഏകദേശം 10ൽ 3 ആളുകൾ ജോലിയില്ലാത്തവരാണ്. ആണോ? നിങ്ങളെ ഒരു നേതാക്കന്മാരോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ കോൺഗ്രസ്സുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ BJP-കാരൻ്റെ കോട്ടങ്ങളെ കുറിച്ച് പറയും, കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ച് ഞാൻ അവരെ കുറിച്ച് പറയും. ഇവരുടെ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞ് വോട്ട് ചോദിക്കാനുള്ള കപ്പാസിറ്റി വേണം അവർക്ക്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ആരോഗ്യകരമായ ചർച്ച എന്ന് പറയുന്നത് ഓപ്പോസിറ്റുള്ള ആളുകൾ പറയുന്നത് കേൾക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മെച്യൂരിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് അതാണ്. നിങ്ങൾക്ക് മെച്യൂരിറ്റി കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മനസ്സിലായ? ഒരു കോമൺ മാൻ ആയിട്ടുള്ള എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. പാലക്കാട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് റേറ്റിന് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ MLA-മാർ ജയിച്ചു വന്നാൽ എന്ത് ചെയ്യും? ഓക്കെ, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു മിനിറ്റ്. ഈ അടുത്ത കാലത്ത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ പുറത്തുവിട്ട ഒരു സർവേയിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. 31.8% കേരളത്തിൻ്റെ തൊഴിലില്ലായ്മ നിരക്ക്. ഇവിടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 34 ലക്ഷം പേരാണ്. ഇത്രയധികം ഇവിടുത്തെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമല്ല തൊഴിലിന് വേണ്ടി കൂടി കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തേക്കും ചേക്കേറേണ്ട ഒരു അവസ്ഥയാണ്. ഇവിടെ 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭവും കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ സംസ്ഥാനത്ത് വന്നിട്ടില്ല, ഈ ജില്ലയിൽ വന്നിട്ടില്ല, ഈ മണ്ഡലത്തിലും വന്നിട്ടില്ല. ആ സമയത്താണ് നരേന്ദ്രമോദി സർക്കാർ ഈ പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി 3810 കോടി രൂപയുടെ 51,000 പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രഖ്യാപിക്കുന്നത്. 3000 കോടി രൂപയുടെ IIT കഞ്ചിക്കോടിൽ യാഥാർത്ഥ്യമായി അവിടെ ബാച്ചുകൾ പഠിച്ചിറങ്ങുന്നു. അതുപോലെ തന്നെ മെഗാ ഫുഡ് പാർക്ക്, ഡിഫൻസ് പാർക്ക്, അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത വികസന പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ ഈ പാലക്കാട് നടപ്പിലാക്കിയത്. നിരവധി പേർക്ക് തൊഴിൽ നൽകാൻ സാധിച്ചു. ഇനിയും തൊഴിൽ നൽകാൻ BJP-ക്ക് സാധിക്കുന്നുണ്ട് എന്ന വസ്തുത ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്റെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് ഈ കാലഘട്ടത്തിൽ. എനിക്ക് സഹോദരൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് PSC മുഖേന തൊഴിൽ കൊടുത്തിട്ടുള്ള ഗവൺമെൻറ് അത് UDF-ൻ്റെയും UPA-യുടെയും ഗവൺമെൻറ്റാണ്. ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് പാലക്കാട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ യുവാക്കൾക്ക് വേണ്ടി ജോലി തരുന്നതിന് വേണ്ടി എന്താണ് ചെയ്യാന്നുള്ളത്. ഇന്ന് പാലക്കാടിൻ്റെ UDF-ൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം പറഞ്ഞൊരു കാര്യം, പാലക്കാട് കേന്ദ്രീകരിച്ചൊരു IT പാർക്ക് സ്ഥാപിക്കും, യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരം ഉണ്ടാക്കുന്ന തരത്തിലുള്ള IT പാർക്ക് സ്ഥാപിക്കും, പാലക്കാട് ജോബ് കരിയർ ഫെസ്റ്റ് സംഘടിപ്പിക്കും, യുവാക്കൾക്ക് സ്വയം തൊഴിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്റ്റാർട്ടപ്പുകൾ അതിന് ഗവൺമെന്റിന്റെ പിന്തുണയില്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളുടെ പിന്തുണയോടുകൂടി സ്റ്റാർട്ടപ്പുകളിലൂടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള MLA നിർബന്ധമായും അത് നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശരി, ഓക്കെ. ഷാജാൻ, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടുള്ള സുഹൃത്ത് ചോദിച്ചത് ഇതിൽ കേരളമാണ്. നിങ്ങളെ ഇവിടെ ചില സ്റ്റാറ്റിസ്റ്റിക്സുകളെല്ലാം തന്നെ എടുത്ത് സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ സർക്കാർ മേഖലയിൽ തൊഴിൽ കൊടുത്തിട്ടുള്ളത് കേരളത്തിലാണ് എന്നുള്ളത് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കണം. PSC-യുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഇപ്പോ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനസംഖ്യയും കേരളത്തിലെ ജനസംഖ്യയും മറുപടി ഞാൻ കൊടുക്കട്ടെ. ഇവിടെ ഈ ഇന്ത്യയിലെ പബ്ലിക് സർവീസ് കമ്മീഷനുകൾ എടുത്ത് പരിശോധിച്ചാൽ, തൊഴിൽ കൊടുക്കുന്ന സർക്കാർ സംവിധാനങ്ങളിൽ തൊഴിൽ കൊടുക്കുന്ന കമ്മീഷനുകൾ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും മികച്ച രീതിയിൽ ഒഴിവുകൾ വരുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിൽ പരീക്ഷ നടത്തുകയും അതിൽ ഒഴിവുകൾ നികത്തുകയും ചെയ്യുന്നത് കേരളത്തിലാണ് എന്നുള്ളത് എടുത്ത് പരിശോധിച്ചാൽ ഞാൻ പറഞ്ഞു കഴിയട്ടെ. മറ്റൊന്ന്, ഈ സർക്കാർ വന്നതിന് ശേഷം ഇതിന്റെ വ്യവസായ വകുപ്പ് ഇവിടെ സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരുവാനും അതുപോലെ തന്നെ സംരംഭകത്വ വികസനത്തിന് വേണ്ടിയിട്ട് എന്തുമാത്രം തുക ചെലവഴിക്കുന്നുണ്ട് എന്നുള്ളതും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കഴിഞ്ഞ വർഷം ഒരു വർഷത്തിൽ 1 ലക്ഷം തൊഴിൽ സംരംഭങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പ്രത്യേക മിഷൻ തയ്യാറാക്കിയിരുന്നു. ആ മിഷൻ ഏതാണ്ട് ഒരു വർഷം പകുതിയാവുമ്പോഴേക്കും
1 ലക്ഷം തൊഴിൽ സംരംഭങ്ങൾ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കേരളത്തിലെ പത്രമാധ്യമങ്ങളെല്ലാം തന്നെ വന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ UPSC എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന്റെ അവസ്ഥ എന്താണെന്ന് എടുത്ത് പരിശോധിക്കണം. റെയിൽവേ എടുത്ത് പരിശോധിക്കണം, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുത്ത് പരിശോധിക്കണം. ഇതിലൊന്നും തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇന്ന് നമുക്ക് റെയിൽവേയിൽ ട്രെയിനുകളിൽ ഇൻഷുറൻസ് എടുക്കാതെ യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. പേടിയില്ലാതെ റെയിൽവേയിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. ലോക്കോ പൈലറ്റുമാർ നിരന്തരമായി സമരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അവരുടെ ജോലി ഭാരം വർദ്ധിച്ചതിന്റെ ഫലമായിട്ട്. UPSC, നിങ്ങളുടെ PSCയുടെ കഥ പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് UPSC എന്ന് പറയുന്ന സംവിധാനത്തെ എത്രമാത്രം നോക്കി കുത്തിയാക്കിയിട്ടുണ്ടെന്ന് കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. ഇതാണ് സുഹൃത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി നിങ്ങളെ പൊളിച്ചടക്കിയതാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ. ഇവിടുത്തെ ഒരു പാവപ്പെട്ടവന് ഒരു ചായക്കടയ്ക്ക് മുനിസിപ്പൽ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഒരു പാവപ്പെട്ട ബാർബർ ഒരു ഷോപ്പ് തുടങ്ങി കഴിഞ്ഞാൽ അതെല്ലാം ഇവരുടെ സംരംഭത്തിന്റെ കണക്കിൽ വരികയാണ്. ഒരാൾ ഒരു DNO ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കണക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസിയാണ് പറഞ്ഞത് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം ഉയർത്തപ്പെടുന്നു എന്ന് പറഞ്ഞത്. കേരളം ഉയർത്തപ്പെടുന്നു എന്ന് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസിയാണ്. അത് ദേശാഭിമാനിയോ ജനയുഗമോ അല്ലെങ്കിൽ പിണറായി വിജയനോ പറഞ്ഞതല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസി, സർക്കാർ സംവിധാനങ്ങളിലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ റേറ്റിംഗ് ഏജൻസിയും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സംവിധാനം എല്ലാം തന്നെ മോശമാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അവരുടെ കണക്ക് പ്രകാരമാണ് കേരളം മികച്ച നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ബോധപൂർവമായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പല ദുഷ്പേരുകളുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കുറെ കെട്ടുകഥകളുണ്ട്. ആ കെട്ടുകഥകളെല്ലാം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട്, ദുഷ്പ്രചരണങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നേറുകയാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റാണ്, BJP ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റാണ് കഴിഞ്ഞ വർഷത്തെ കേരളത്തിലെ വ്യവസായ വകുപ്പിന്റെ പെർഫോമൻസ് ഏറ്റവും ഗുഡായിരുന്നു എന്ന് പ്രഖ്യാപിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികളാണ്. ചെറുപ്പക്കാരെ പറഞ്ഞ് കള്ളം പറഞ്ഞ് കബളിപ്പിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി PSC ഉദ്യോഗാർത്ഥികൾ കേരളത്തിൽ മുട്ടിലെഴിഞ്ഞ് സമരം ചെയ്തത് LDF സർക്കാരിന്റെ ഭരണകാലത്താണ്. പബ്ലിക് സർവീസ് കമ്മീഷനെ പിണറായി സർവീസ് കമ്മീഷനാക്കി മാറ്റിയവര്. ഇവര് പാർട്ടിക്കാരെ തിരികെ കയറ്റുന്നതിന് വേണ്ടി, പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നതിന് വേണ്ടി പബ്ലിക് സർവീസ് കമ്മീഷനെ പൂർണ്ണമായും വിറ്റുതുലച്ചു. വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് കേരളമെന്ന്. ആന്റണിയും UDF-ഉം ഭരിക്കുമ്പോൾ ഈ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള നിയമന നിരോധനമൊന്നും കേരളത്തിൽ ഇടതുപക്ഷം സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ CPM ഭരിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭയിലെ സാജനെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മറന്നുപോരുത്. വർഷങ്ങളോളം പ്രവാസ ജീവിതം നയിച്ച് ആ സമ്പാദ്യം കൊണ്ട് നാട്ടിലൊരു സംരംഭം തുടങ്ങി ജീവിക്കാൻ വന്ന അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഇടതുപക്ഷത്തിന്റെ പിന്തിരിപ്പ നയങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. എന്നിട്ടാണ് ഇവർ പറയുന്നത് വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് കേരളം.